ഞങ്ങൾ ചർച്ചയിൽ പങ്കെടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ചർച്ചയിൽ വന്ന എല്ലാ സംഭവവികാസങ്ങളെ പറ്റിയും നിങ്ങളോട് ബ്രീഫ് ചെയ്തു. നമ്മൾ സംസ്ഥാന കമ്മിറ്റീൻ്റെ ഭാരവാഹികളൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറഞ്ഞതെന്ന് വെച്ചാൽ കോൺഗ്രസുമായിട്ടുള്ള ചർച്ച വളരെ നല്ല നിലയിൽ ചർച്ചയായിരുന്നു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞു മുസ്ലിം ലീഗിന് ഈ കാര്യത്തിലുള്ള പ്രശ്നം കോൺഗ്രസ് ഉൾക്കൊള്ളുന്നുണ്ട്, കോൺഗ്രസ്സിന് ഈ കാര്യത്തിലുണ്ടാകുന്ന പ്രശ്നം ഞങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് എങ്ങനെ പ്രശ്നമില്ലാത്ത വിധത്തിൽ പരിഹരിക്കാൻ പറ്റുമെന്നുള്ളതിനെ പറ്റിയിട്ടുള്ളൊരു ഫോർമുല അത് വളരെ സജീവമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഡിസ്ക്ലോസ് ചെയ്യാനായിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ചർച്ച ഒരു ഘട്ടത്തിൽ ഇതാക്കിയാൽ കോൺഗ്രസ് ഒരുപക്ഷെ അവരുടെ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ച് പറയേണ്ടതുണ്ടാവും. ഞങ്ങൾക്കും എന്തിനു വേണ്ടി വരും, തങ്ങൾ വളരെ തങ്ങൾ മറ്റന്നാൾ വരും 27-ാം തീയതി, അങ്ങനത്തെ ഒരു സ്റ്റേജിലാണ്. അപ്പോൾ എന്ന് വെച്ചാൽ ചർച്ച വളരെ കൺസ്ട്രക്റ്റീവായിട്ട് ചർച്ചയായിരുന്നു. ഇവിടെ പിന്നെ പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ വളരെ ദീർഘകാലമായിട്ടുള്ള ബന്ധം, സുദൃഢമായ ബന്ധം നിലനിൽക്കുന്ന പാർട്ടികളാണ് കോൺഗ്രസും മുസ്ലിം ലീഗും. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്തുണ്ടാകുന്ന പ്രയാസങ്ങളെ പരസ്പരം ബഹുമാനിച്ചും അതിന് പരിഹാര മാർഗം കണ്ടെത്തിയിട്ടുമാണ് പ്രശ്നങ്ങൾ തീർക്കുക. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം പരിഹാരത്തിന് സാധിക്കുമെന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. പക്ഷേ ഇത് വന്ന ഡിസ്കഷൻ്റെ മുഴുവൻ കാര്യങ്ങളും തങ്ങളുമായിട്ട് കൂടി സംസാരിച്ച് 27-ാം തീയതി ഞങ്ങൾ കമ്മിറ്റി വിളിച്ചിട്ടുണ്ട്. അതിൽ തീരുമാനമെടുത്ത് മറ്റു കാര്യങ്ങളിലേക്ക് പോകും. അതേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഓരോ സ്റ്റോറീസ് വരുന്നതാണ്. അല്ല അത് എന്താ പറയുക, നമ്മളത് പാതി വഴിയിൽ വർത്തമാനം പറയുന്നത് ശരിയല്ല. ഒരു ചർച്ച ഞാൻ മനസ്സിലാക്കുന്ന വളരെ നല്ല നിലയിൽ സുഖമായിട്ട് പോവുകയാണ്. അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടുന്ന് ഒരു കഷ്ണം ഇവിടുന്ന് ഒരു കഷ്ണം എടുത്ത് പറയുമ്പോൾ ആ ചർച്ചൻ്റെ ആ ഉയർന്നു വന്ന ഒരു സാഹചര്യം അത് സ്പോയിൽ ചെയ്യലായിരിക്കും. അത് ആർക്കും നല്ലതല്ല, ഞങ്ങൾക്കും നല്ലതല്ല, മറ്റു കോൺഗ്രസും നല്ലതല്ല. കാര്യങ്ങൾ നേരെ പോട്ടെ എന്നുള്ളതാണ്. ചർച്ചകൾ അതിൻ്റെ രണ്ടു കൂട്ടർക്കും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ എന്താണെന്നുള്ളതിന് ചില സംഗതികളെല്ലാം ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ അതിൻ്റെ ഫോമിലേക്ക് എത്തിയതിന് മുമ്പ് ഞങ്ങൾക്കാകട്ടെ കോൺഗ്രസ്സിനാവട്ടെ അതിൻ്റെ ബന്ധപ്പെട്ട അപ്പർ ബോഡിനോട് ചോദിക്കാതെ എടുക്കാനൊക്കില്ല. അത്രയും ചർച്ച നടന്നിട്ടുള്ളൂ. പിന്നെ അല്ല അതല്ല മറ്റ് ഡീറ്റെയിലേക്ക് പോകാനൊക്കെ ഡിസ്കഷനിൽ പ്രശ്നം നിങ്ങൾ ഞങ്ങളെക്കാളും അനുഭവമുള്ളവരാണ്. അപ്പോൾ ഡിസ്കഷൻ ഒരു ഘട്ടത്തിൽ വെച്ചിട്ട് അതിൻ്റെ വ്യാഖ്യാനത്തിലേക്ക് പോയാൽ ആ ഡിസ്കഷൻ്റെ സ്പിരിറ്റ് ചോർന്നു പോകും. അങ്ങനെ ഇത് കോംപ്രമൈസിൻ്റെ പ്രശ്നമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ലീഗിൻ്റെ ഒരു പൊളിറ്റിക്കൽ പൊസിഷൻ ഘടകകക്ഷി എന്നുള്ളത് കോൺഗ്രസിൻ്റെ അക്കാര്യത്തിലുള്ള സമീപന രീതിയിൽ സംഗതി ഞങ്ങൾ ഉൾക്കൊള്ളണം പരസ്പരം. അങ്ങനെ പരസ്പരം ഉൾക്കൊണ്ടിട്ട് ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വരും, ധൈര്യമായിട്ടുന്നുള്ളൂ. ടി ജോഷി സംസാരിക്കുകയായിരുന്നു. എന്ന് പറഞ്ഞാൽ ലീഗിൻ്റെ ഈ വിഷയത്തിലുള്ള ആശങ്കകൾ അല്ലെങ്കിൽ കൺസേൺ ഉൾക്കൊള്ളുന്നു കോൺഗ്രസിൻ്റെ കൺസേൺ ലീഗും ഉൾക്കൊള്ളുന്നു. അപ്പോൾ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് അർത്ഥം. വഞ്ചി ഇപ്പോഴും തിരുനക്കര തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. 3-ാം സീറ്റിലോ രാജ്യസഭാ സീറ്റിലോ ഒന്നും തീരുമാനമായിട്ടില്ല. ഇനിയിപ്പോൾ ഉപേക്ഷിച്ച് ചർച്ചകൾ തീർന്നു എന്ന് കുഞ്ഞാലിക്കുട്ടി പറഞ്ഞ ഏത് അർത്ഥത്തിലാണെന്നറിയില്ല. ചർച്ചകൾ ഓൺഗോയിങ് ആണ്. 27-ാം തീയതി സാദിഖലി തങ്ങൾ വന്നതിന് ശേഷം ഈ രാജ്യസഭാ സീറ്റിലൊക്കെ അത് സമ്മതമാണോ എന്ന കാര്യമൊക്കെ അറിയിക്കും. ഇനിയിപ്പോൾ അതിന് ചർച്ചകൾ അങ്ങനെ തുടരുന്നു. ഇന്നൊരു തീരുമാനമുണ്ടാകുമെന്ന് പറയും. പക്ഷേ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ.